Hi guys, this is one English fan. Hi, where are you from? Russia. Russia. You Russia. from Kerala. 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 Yeah. Okay, nice to meet you. Okay. Okay. Hello guys, these all people are from Russia. And what is your name? Andrei. Your name? Sveta. Your name? What's your name? Okay, I am from Kerala. Do you know Kerala? Kerala. Thiruvananthapuram? No. What? Kollam? No? Okay, nice to meet you. Okay. Okay, thank you. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ രാവിലെ ലണ്ടനിൽ നിന്നും ഗോവയിലേക്ക് പോവുകയാണ്. നമ്മൾ ബസ്സിൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോവുകയാണ്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഭക്ഷണം കഴിക്കാൻ ഇറങ്ങുകയാണ്. നമ്മൾ പോകുന്ന വഴിക്ക് തന്നെയാണ് ഭക്ഷണം കഴിക്കുന്നത്. ഹോട്ടൽ ഡിലക്സ് എന്നാണ് അതിൻ്റെ പേര്. രാവിലത്തെ ഭക്ഷണം 2 പൂരിയും 1 ദോശയാണ്. ഹലോ ഗൈസ്, നമ്മളുടെ ചായ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അങ്ങനെ കഴിഞ്ഞിരിക്കുന്നു. പൂരിയും 2 പൂരിയും പിന്നെ ഒരു ദോശയാണ് കിട്ടിയത്. പിന്നെ എക്സ്ട്രാ വേണമെങ്കിൽ എക്സ്ട്രാ തരും പൂരി. ഇത് ഗോവ മഹാരാഷ്ട്ര ഹൈവേ ആണിത്. ഹലോ ഗൈസ്, നമ്മൾ ലഞ്ച് കഴിക്കാൻ വന്നതാണ്. ഉച്ചത്തെ ലഞ്ച് ഗോവയിൽ നിന്ന് ലഞ്ച് കഴിക്കാൻ വന്നതാണ്. ഹലോ ഗൈസ്, നമ്മുടെ ഉച്ചത്തെ ഭക്ഷണം ചോറ്, പപ്പടം, പിന്നെ ഇതെന്താ ഫിഷ് ബ്രോസ്റ്റ് എന്താണ്, പിന്നെ കേബേജ് ഉപ്പേരി ഉണ്ട്, മീൻ കറി ഉണ്ട്, സാമ്പാറുണ്ട്, പിന്നെ പരിപ്പ് കറി ഉണ്ട്. ഹലോ ഗൈസ്, നമ്മളിപ്പോൾ ഗോവയിൽ നിന്ന് ലഞ്ച് കഴിച്ചിറങ്ങി. ഹലോ ഗൈസ്, നമ്മൾ ഗോവ ചർച്ചിൻ്റെ അവിടെ എത്തിയിരിക്കുന്നു. ഹലോ ഗൈസ്, നമ്മൾ ഗോവ സ്ട്രീറ്റിൽ എത്തിയിരിക്കുന്നു. ഇത് ഗോവയിലുള്ള ഓരോരോ ഷോപ്സാണ്. ഹലോ ഗൈസ്, ഇതാണ് ഗോവ ചർച്ചിനുള്ളിലേക്കുള്ള വഴി.
ഹലോ സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ ഗോവ ചർച്ചിൻ്റെ ഉള്ളിലേക്ക് പോകാൻ പോവുകയാണ്. ഇത് ഗോവ ചർച്ചിൻ്റെ ഫ്രണ്ട് ഭാഗമാണിത്. ഇത് ഓൾഡ് ഗോവ ചർച്ചാണിത്. ഹലോ ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നത് ഗോവ ചർച്ചിൻ്റെ ഓൾഡ് ചർച്ചാണ് ഇപ്പോൾ കാണുന്നത്. ಸೆಂಡ್ ಮಾಡ್ತೀಯಾ? ನಿಮಗೆ ನಂಬರ್ ಕೊಡ್ತೀಯಾ? ಸೆಂಡ್ ಮಾಡು. ಅವಾಗೆಲ್ಲ ಕ್ರೇನ್ ಇರಲಿಲ್ಲ. ಬಾಡಿ ಅಲ್ಲಿ ಮೇಲ್ಗಡೆ ಹೊರಗಡೆ ಕಾಣ್ತದೆ. हॉरर बघायचं आहे ना. ഹലോ ഗൈസ്, ഇതും ഒരു പള്ളിയാണ്. ഇത് ഗോവത്തെ ഒരു പള്ളിയാണിത്. അങ്ങോട്ട് പോവല്ലേ പറഞ്ഞു വൈകിട്ടില്ല. ആൾക്കാരെ പേരാന്നോ? പോക്കറ്റ് ഉണ്ടോ? ആ ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഗോവയിലത്തെ ഓൾഡ് ചർച്ചും പിന്നെ മ്യൂസിയവും ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. മ്യൂസിയത്തിൽ കുറച്ച് വീഡിയോസ് മാത്രമേ എടുക്കാൻ സമ്മതിച്ചുള്ളൂ. ഇപ്പോൾ വീഡിയോസൊന്നും എല്ലാവരും അല്ല, കുറച്ചെടുക്കാൻ സമ്മതിച്ചിട്ടുള്ളൂ. അപ്പോൾ നമ്മളിനി അടുത്ത സ്ഥലത്തേക്ക് പോവുകയാണ്. ഹലോ ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നത് ഗോവ ചർച്ചിൻ്റെ ഓൾഡ് ചർച്ചും ഇവിടെ മ്യൂസിയമാണ് കാണുന്നത്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് വേറെ സ്ഥലത്തേക്ക് പോവുകയാണ്. ഹലോ ഗൈസ്, ദിസ് ഓൾ പീപ്പിൾസ് ആർ ഫ്രം റഷ്യ ആൻഡ് what is your name? Andrei. Your name? Sveta. Your name? What's your name? Okay, I am from Kerala. Do you know Kerala? Thiruvananthapuram? What is it? Kovalam? No? Okay, nice to meet you. Okay, Okay. thank you.
ഹലോ ഗൈസ്, ഇത് ഗോവയിലുള്ള ഫിഷ് പായ് ആണ്. ये एक ही भैया के मजाक उड़ाने, आप भी उनके सपोर्ट कर रहे हैं। ഹലോ ഗൈസ്, ഇതൊക്കെ ഗോവയിലുള്ള ചെറുകിട തട്ടക്കടക്കാരാണ്. ഹലോ ഗൈസ്, നമ്മൾ റൂമിലൊക്കെ പോകാൻ പോവാണ്. ഗോവയിലെത്തി. ഹലോ ഗൈസ്, നമ്മുടെ ഗോവയിലത്തെ റൂം നമുക്ക് കിട്ടിയിരിക്കുന്നത് 105-ാമത്തെ റൂമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇവിടെ 4 ആൾക്കാണ് ഇവിടെ നിൽക്കാൻ സൗകര്യം ചെയ്തിരിക്കുന്നത്. ഇവിടെ ഫസ്റ്റ് തന്നെ ഒരു ഗ്ലാസ് ഉണ്ട്. പിന്നെ ഇവിടെ ഒരു ഫ്ലാസ്ക് ഉണ്ട്, കുത്തി ഇതാക്കുന്നത്, ചൂടാക്കുന്നത്. പിന്നെ ഒരു മൈക്രോ ഓവൻ ഉണ്ട് ഇവിടെ. പിന്നെ ഇവിടെ കർട്ടൻ ഉണ്ട്, ഇവിടെ ഓരോ ഡ്രസ്സൊക്കെ വെക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ബാത്റൂം അടിപൊളി ബാത്റൂമാണ്. ഇത് ബാത്റൂം, ഇത് വാഷ് ബേഷൻ. പിന്നെ നമ്മുടെ ഈ മുടിയൊക്കെ ഡ്രൈ ചെയ്യുന്ന സാധനം കേട്ടോ, കുത്തിയിട്ട്. പിന്നെ ഇവിടെ എക്സ്ട്രാ സോപ്പ് ഇവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നത് ബാത്ത് ഡബ്ബാന്ന് തോന്നുന്നു, ബാത്തിൻ്റെ സ്ഥലമാണെന്ന് തോന്നുന്നു. കർട്ടണൊക്കെ ഇട്ടിട്ട് ബാത്തിൻ്റെ സ്ഥലമാണ്. പിന്നെ ഇതാണ് റൂം 1, 2. 2 ആൾക്ക് ഈ ബെഡിൽ കിടക്കാം, വേറെ 2 ആൾക്ക് ഈ ബെഡിൽ കിടക്കാം. പിന്നെ AC ഉണ്ട്. പിന്നെ പറയുകയാണെങ്കിൽ ലാൻഡ് ഫോൺ ഉണ്ട് വിളിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ ഒരു സോഫേൻ്റെ സെറ്റ് ഉണ്ട്. പിന്നെ ഒരു ടീപ്പോയ് ഉണ്ട്. ഇത്രയൊക്കെ തന്നെയുള്ളൂ നമ്മുടെ ഗോവയിലത്തെ റൂം. പിന്നെ നമ്മുടെ മതിലിൻ്റെ മേലെ ഒരു ഇതുണ്ട്. പിന്നെ ഒരു LED TV ഉണ്ട്, ഇൻഡെക്സിൻ്റെ. പിന്നെ എയർടെലിൻ്റെ ബോക്സ്, എനിക്ക് തോന്നുന്നു വൈഫൈ ബോക്സ് ഉണ്ട് തോന്നുന്നു ഇവിടെ. അതിപ്പോൾ ചോദിച്ചിട്ടുണ്ടെങ്കിൽ വൈഫൈ പാസ്വേഡ് പറഞ്ഞുതരും. ഇപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ കാര്യങ്ങൾ. പിന്നെ പുറത്തൊക്കെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെയാണ് കാണുന്നത്. പിന്നെ നമ്മളിനിപ്പോൾ ബെഗ ബീച്ച്, വേറെ ഏതൊക്കെ ബീച്ചിൽ പോകുന്നുണ്ട്. അപ്പോൾ അവിടുത്തെ കാഴ്ചകളൊക്കെ ഇനി കാണിച്ചു തരാം. ഹലോ ഗൈസ്, റൂമിന് ഒരു ചെറിയ പ്രശ്നമുണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് ചെറിയ റൂമാണത്. അപ്പോൾ നമുക്ക് VIP റൂം തന്നിരിക്കുകയാണ്, 201-ാമത്തെ റൂം. ഇതിൻ്റെ ഉള്ളിൽ പറയുകയാണെങ്കിൽ ഇവിടെ ഒരു കണ്ണാടി, പഴയ മറ്റേ റൂമിൻ്റെ അതേ തന്നെ. ഇവിടുത്തെ ബെഡ് കുറച്ച് നല്ല വലിപ്പമുണ്ട്. ഇതിൻ്റെ ബാഗല്ല, ഇതിൻ്റെ കൂടെ വന്ന ഒരാളുടെ ബാഗാണ്. പിന്നെ ഇവിടെ 2 റിമോട്ട്. ഈ ബെഡ് നല്ല വലിപ്പമുള്ള ബെഡാണ്. പിന്നെ ഇവിടുന്ന് എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല സൗകര്യം ഉണ്ടെന്ന്. ഇവിടെ വേണേൽ ഒരാൾക്കുണ്ടെങ്കിൽ കിടക്കുക ഇവിടെ വേണമെങ്കിൽ. പിന്നെ ഇവിടെ ലൈറ്റിൻ്റെ സ്വിച്ചൊക്കെ ഉണ്ട്, അതൊക്കെ നിട്ടൊക്കെ ആകെ ഓണായി. അപ്പോൾ നമ്മുടെ റൂം ഇതാണ് നമ്മുടെ ഇന്നത്തെ റൂം. മറ്റേ റൂം നമ്മൾ കൊടുത്ത് വേറെ ആൾക്കാർ വരുന്നുണ്ട് പറഞ്ഞിട്ട്. പിന്നെ ഒരു TV ഉണ്ട്. പിന്നെ പുറത്തേക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ നല്ല വ്യൂ ആണ്. പുറത്തേക്ക് ഇങ്ങനെ നല്ല വ്യൂ ആയിട്ട് കാണാം. അങ്ങനെ പുറത്തേക്ക് കുറേ ആൾക്കാരൊക്കെ പോകുന്നത് കാണാം. പിന്നെ ഇവിടെ AC ഉണ്ട്. പിന്നെ ബാത്റൂം നോക്കുകയാണെങ്കിൽ ഇവിടെ ഡ്രയർ, പിന്നെ വാഷ് ബേഷൻ, ബാത്റൂം, ഇത് കുളിക്കാനുള്ള സ്ഥലം, കർട്ടനാണ്. ഇത്ര തന്നെയുള്ളൂ. ഇതിൻ്റെ പൈപ്പ് കേടായിട്ടുണ്ട്. അപ്പോൾ പൈപ്പ് മാറ്റാൻ പ്ലംബർ വന്നിട്ടുണ്ട് ഇവിടെ, പൈപ്പ് കേടായിട്ട് മാറ്റാൻ. ഹലോ ഗൈസ്, ഞാനിപ്പോൾ ഉള്ളത് നമ്മുടെ ഗോവയിലാണ്. ഞാൻ ഇപ്പോൾ ഉള്ളത്
അപ്പോൾ ഇവിടെ കാണുന്നത് ഫുള്ള് അടിപൊളി സ്ഥലങ്ങളാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇവിടെ കുറേ സ്ഥലങ്ങൾ കുറേ കാണാനുണ്ട്. അപ്പോൾ റൂമിൽ ഇപ്പോൾ ഞാൻ മാത്രമേ ഇപ്പോൾ ഉള്ളൂ. ഇവിടെ നമുക്ക് ഇന്ത്യൻ സ്പൈസ് എന്ന് പറഞ്ഞിട്ടുള്ള ബിരിയാണീൻ്റെ അത് കാണാം. പിന്നെ ഇത് വേറൊരു നല്ലൊരു അടിപൊളി സ്ട്രീറ്റാണിത്. സ്ട്രീറ്റിൻ്റെ പേരെന്താണെന്ന് അറിയില്ല. ഇവിടെ നമുക്ക് കുറേ റിസോർട്ട്സ് ഉണ്ട്, പിന്നെ മൾട്ടി കിച്ചൻ, പിന്നെ ഹോസ്പിറ്റലിൻ്റെ എന്തൊക്കെ സംഭവങ്ങളുണ്ട്, പിന്നെ ബാറുണ്ട് അവിടെ. ഞാൻ ഇപ്പോൾ ഒന്ന് പുറത്തേക്ക് പോയതാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ഫോണിൻ്റെ ഡിസ്പ്ലേൻ്റെ ഇതൊന്ന് കുറച്ച് മാറിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത് മാറ്റാൻ വേണ്ടിയിട്ട് പോയതാണ്. നമ്മുടെ നാട്ടിലും ഇവിടെ ഒരേ വില തന്നെയാണ്, 150 റുപ്പീസാണ്. ഡിസ്പ്ലേ എന്ന് പറഞ്ഞാൽ നമ്മളെ ഈ ഫോണിൻ്റെ മേലെ ഒട്ടിക്കുന്ന സാധനം ഉണ്ടല്ലോ, ആ സാധനം കുറച്ച് സ്ക്രാച്ച് ആയിട്ടുണ്ട്. അപ്പോൾ അത് മാറ്റാൻ പോയതാണ്. പിന്നെ ഇവിടെ നമുക്ക് കാണാം ടൂറിസ്റ്റ് ആൻഡ് ട്രാവൽസിൻ്റെ കുറേ ഷോപ്സ് കാണാം. പിന്നെ ഇവിടെ ഹെയർ ഡ്രസ്സസ് കാണാം, ടാറ്റൂസിൻ്റെ വീഡിയോ കാണാം. പിന്നെ ഇവിടെ ഒരു പൊരീൻ്റെ വീഡിയോ കാണാം. പിന്നെ ഇവിടെ ചോക്ലേറ്റിൻ്റെ വീഡിയോ കാണാം. ഇവിടെ കുറേ വണ്ടികളൊക്കെ നിർത്തിയിട്ടുണ്ട്. നമ്മളിപ്പോൾ ബീച്ചിലേക്ക് പോകാൻ പോവുകയാണ്. ബീച്ചിലേക്ക് പോകണമെങ്കിൽ കുറച്ച് സമയമാവും. നമ്മളുടെ റൂം നോക്കണം. നമ്മുടെ റൂം ഇപ്പോൾ ഇത് ലംബന റിസോർട്ട്, കുറേ വീടുകളുണ്ട് ഇവിടെ. നമ്മളിപ്പോൾ റൂമിലേക്ക് പോവുകയാണിപ്പോൾ. നമ്മളുടെ റൂമിൻ്റെ അടുത്തായിട്ട് തന്നെ ഒരു സംഭവം ഉണ്ട് ഇവിടെ. ദി മേഫീൽഡ് ബീച്ച് റിസോർട്ട് ആൻഡ് സ്പാ എന്ന് പറഞ്ഞിട്ടുള്ള സംഭവമുണ്ട്. ഇത് മസാജിങ്ങിനുള്ള സ്ഥലമാണെന്ന് തോന്നിയത്. ഇവിടെ മസാജൊക്കെ സംഭവമുണ്ട്. മസാജ് ചെയ്യണമെങ്കിൽ ചെയ്യാം, വില ചോദിച്ചു നോക്കാം അല്ലൊന്ന്. അപ്പോൾ കാശ് നമ്മളെ മസാജിൻ്റെ ചാർജൊക്കെ ചോദിച്ച്, മസാജിന് 1 hour 3000 റുപ്പീസാണ് വില വരുന്നത്. 1 hour 3000 എന്ന് പറയുമ്പോൾ ഇവിടെ അരമണിക്കൂറിന് മസാജ് ഉണ്ട്. അരമണിക്കൂറിന് 2500 ആണ് ഇവിടെ റേറ്റ് വരുന്നത് മസാജിങ്ങിന്. അരമണിക്കൂർ 2500ഉം 1 മണിക്കൂർ 3000 ഓഫറാണ്. അപ്പോൾ പിന്നെ 5000 ഉണ്ടെങ്കിൽ എത്രയാണ് 3 hours മസാജ് പ്ലസ് വേറെ സ്വിമ്മിംഗ് പൂൾ വാഷ് അതൊക്കെ ഉണ്ട്. പിന്നെ അപ്പോൾ നമ്മളെ റൂം എത്തിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ റൂമിൻ്റെ അടുത്തുള്ള സംഭവമാണിത്. വൗ ചൈന എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഷോപ്പിൻ്റെ അടുത്ത് തന്നെയാണ് നമ്മുടെ റൂം. ഹോട്ടൽ സേവയോ പാലസ് ആണ് നമ്മുടെ റൂമിൻ്റെ പേര്. അപ്പോൾ നമ്മുടെ റൂമിലൊക്കെ പോവുകയാണ്. റിസപ്ഷൻ ഇതാണ്. റിസപ്ഷൻ ഒന്നും കാണിക്കാൻ മറന്നുപോയി. അപ്പോൾ ഇത് അവരെന്താ വീഡിയോ എടുക്കുന്നത് വെച്ചാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ 201 റൂമിലത്തെ ആളാണെന്ന് പറഞ്ഞു. അപ്പോൾ അവർ സമ്മതിച്ച്. ഇത് ഓരോരോ സമയങ്ങളാണ്. ലണ്ടനിലത്തെ സമയം, ഗോവയിലത്തെ സമയം, മോസ്കോൻ്റെ സമയം. ഇവിടെ TV ഉണ്ട്, AC ഉണ്ട്, സോഫ ഉണ്ട്. നമ്മുടെ ഹോട്ടൽ റൂൾസാണ് ഇതൊക്കെ എഴുതി വെച്ചത്. ഇവിടെ പൈസ എഴുതി വെച്ചിട്ടുള്ളത് എന്തെങ്കിലും കാരണവശാൽ ഇതൊക്കെ എന്തെങ്കിലും ആക്കിയിട്ടുണ്ടെങ്കിൽ ഇത്ര പൈസ കൊടുക്കേണ്ടി വരും. അത് നമ്മളെ റൂമിലൊക്കെ പോവുകയാണ്. നമ്മുടെ റൂം 201 ആണ് നമ്മുടെ റൂം. 2 നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ നിൽക്കി കഴിഞ്ഞിരിക്കുന്നു. അങ്ങനെ രണ്ടാമത്തെ റൂമിലേക്ക് പോവുകയാണ് ഞാൻ. രണ്ടാമത്തെ ഫ്ലോർ. യെസ്, നമ്മൾ സെക്കൻഡ് ഫ്ലോറിൽ എത്തിയിരിക്കുന്നു. അവിടെ 204, 206 റൂമാണ്. നമ്മുടെ റൂം ഇവിടെയാണ് വരുന്നത്, 203. ഇവിടെ വൈഫൈ ബോക്സ് ഒക്കെ ഉണ്ട്. നമ്മുടെ റൂമിലേക്ക് പോകുന്നു. ഹലോ ഗൈസ്, നമ്മളങ്ങനെ റൂമിൽ നിന്നും പുറത്തേക്ക് പോവുകയാണ്. നമ്മളിപ്പോൾ കറങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ ഗോവ നൈറ്റ് ലൈഫ് കാണാൻ പോവുകയാണ്. ഹലോ ഗൈസ്,
നമ്മളിപ്പോൾ ബീച്ച് കാണാൻ പോവുകയാണ്. ഹലോ ഗൈസ്, ഇത് സായോ ജായോ ബട്ടിസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പള്ളിയാണ്. ഹലോ സുഹൃത്തുക്കളെ, നിങ്ങളിപ്പോൾ കാണുന്നത് ഗോവയിലുള്ള ചെറിയ ചെറിയ കച്ചവടക്കാരുടെ പീടികകളാണ് ഇപ്പോൾ കാണുന്നത്. നിങ്ങളിപ്പോൾ കാണുന്നത് ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ടൂറിസം, ഗവൺമെൻറ് ഓഫ് ഗോവയുടെ വാഹനങ്ങളാണ് ഇപ്പോൾ കാണുന്നത്. ഗൈസ്, ഇവിടെ ബോഡി മസാജിന് ₹1000 ഇവിടെ ഉള്ളൂ. എല്ലാ ബോഡി മസാജസും ഇവിടെ അവൈലബിൾ ആണ്. ഇവിടെ നമുക്കിവിടെ വൈൻസ് പിന്നെ ഡ്രിങ്കിങ്സിൻ്റെ സാധനമൊക്കെ ഇവിടെ ഓപ്പൺ ആയിട്ടാണ് ഇവിടെ വെക്കുന്നത്. ഗവൺമെൻറ് അപ്രൂവ്ഡ് ഷോപ്പ്. ഇത് നമ്മുടെ കേരളയിൽ ഇങ്ങനെ നടക്കില്ല. ഇതിങ്ങനെ ഇപ്പോൾ മാഹിയിൽ നടക്കും. ഇതിപ്പോൾ ഗോവയിലാണ് ഇപ്പോൾ ഇങ്ങനത്തെ ഇതൊക്കെ നടക്കുള്ളൂ. ഇവിടെ വൈൻസ് ഡ്രിങ്ക്സൊക്കെ ഇവിടെ പേഴ്സണലായിട്ടാണ് അവിടെ വെക്കുന്നത്. ഇവിടെയൊക്കെ ഗോവയിൽ ഇതിന് മുമ്പ് ഞാൻ വന്നതാണ്. ഇപ്പോൾ അതിന് മുമ്പ് വന്നത് ഞാനിപ്പോൾ യൂട്യൂബ് തുടങ്ങിയിട്ട് ഇപ്പോൾ 2020 തുടങ്ങിയാണ് അപ്പോൾ യൂട്യൂബ് ഇപ്പോൾ 2025 ഞാൻ അപ്പോൾ ഇവിടെ ഫിലിം ഷൂട്ടിങ്ങിന് വേണ്ടിയിട്ട് വിളിച്ചു തരുന്നത്. ഇപ്പോൾ ഞാൻ വരാൻ പറ്റിയില്ല. ഫിലിം ഷൂട്ടിംഗ് എന്ന് പറയുമ്പോൾ റോൾ മോഡൽസ്, ജാക്ക് ആൻഡ് ഡാനിയൽ, ചങ്സ്, പിന്നെ ഹസ്ബൻഡ്സ് ഇൻ ഗോവ, അങ്ങനെ 4 പടത്തിന് വേണ്ടിയിട്ട് റോൾ മോഡൽസ്, ജാക്ക് ആൻഡ് ഡാനിയൽ, ചങ്സ്, ഹസ്ബൻഡ്സ് ഇൻ ഗോവ എന്നിങ്ങനെ 4 സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെയാണ് ഷൂട്ടിംഗ് നടന്നിട്ടുള്ളത്. അപ്പോൾ എനിക്ക് വരാൻ പറ്റിയില്ല, കാരണം എക്സാം ഇതൊക്കെ ആയിരുന്നു. അപ്പോൾ അങ്ങനെ ഇപ്പോൾ പിന്നെ 9ാം ക്ലാസ് 10ാം ക്ലാസ് ടൂർ ഗോവയിലൊക്കെ ആയിരുന്നു. പിന്നെ അതിന് മുമ്പ് ഒരു 2 മാസം മുമ്പ് വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ വ്ളോഗൊന്നും ചെയ്യാൻ പറ്റിയില്ല. അവിടെ ഒരു വണ്ടിക്കാരൻ്റെ വണ്ടി തട്ടി, എന്നിട്ട് അവിടെ ഒരു നിർത്താതെ പോയവർ ഒരു ഫോറിനേഴ്സ് വാഹനം വാടക എടുത്തിട്ട് ഇവിടുത്തെ ആൾക്കാരുടെ വണ്ടീനെ മേലെ നിർത്താതെ പോയി, എന്നിട്ട് വണ്ടി തട്ടിയിട്ട്. ഇവിടെ അങ്ങനത്തെ ഓരോരോ സംഭവങ്ങളുണ്ട്. ഇവിടെ പോയി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവർ നമുക്ക് വേണ്ടിയിട്ട് പാക്കേജ് എടുക്കുന്നതായിരിക്കും. ഗോവയിൽ വന്നിട്ട് ഇവരെല്ലാ സ്ഥലങ്ങളും കാണിച്ചു തരും. ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ ഇങ്ങനെ ഉണ്ടെങ്കിൽ അടിപൊളിയായിരിക്കും. ഇവിടെ ധമാക്ക സെയിൽ കൺട്രോൾ എഴുതിയിട്ടുണ്ട് 20, 30, 40. ഇവിടെ ഉള്ളിൽ കയറിയിട്ടുണ്ടെങ്കിൽ 100, 150, 200 ഒക്കെയാണ് അവർ വാങ്ങുന്നത്. ചിലതിനൊക്കെ 20, 30, 50 ഒക്കെ ഉണ്ട്. പക്ഷേ ചിലതിനൊക്കെ അവർ നല്ല വില വാങ്ങുന്നുണ്ട്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഫൈനലി ബീച്ചിൻ്റെ അങ്ങോട്ട് എൻട്രി ചെയ്യാൻ പോവുകയാണ്. കുറേ ബൈക്കിൻ്റെ എന്തൊക്കെയുണ്ട്, ഡിന്നർ ക്രൂയിസ്, കപ്പൽ, എന്തൊക്കെയുണ്ട് സംഭവങ്ങൾ. പിന്നെ ഡൈവ് ചെയ്യാൻ പഠിക്കണം, എന്തൊക്കെയുണ്ട്. ഹലോ ഗൈസ്, ഇതാണ് നമ്മുടെ ഗോവ ബീച്ച്. ഹലോ ഗൈസ്, നമ്മൾ ഗോവ ബീച്ചിൽ എത്തിയിരിക്കുന്നു.
तेरे जैसा नहीं कोई तू पीस क्यों नहीं करे उधर लट्टू होया होई गल कुछ अजीब पर समझी ना मैनू कदी सने दा मुरीद तेरी अखियां ठीक दियां दिल वाजा मारदा इलेक्ट्रिसिटी दे नाल दिल मेरा काम दा दिलू पेश ते वबाब दा एक दिन नहीं आराम दा നമ്മുടെ ഗോവത്തെ നൈറ്റ് ലൈഫ് ബഗ ബീച്ച് അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് നമ്മൾ റൂമിലൊക്കെ പോവുകയാണ്. ഹലോ ഗൈസ്, ഇവിടെ വണ്ടികളൊക്കെ വാടക കിട്ടുന്നതാണ് ഗോവയിൽ. ഹലോ ഗൈസ്, നമ്മൾ ഇവിടെ കോംബോ ഓഫർ ബിരിയാണി ഷവർമ ഇവിടെ നമ്മൾ ഭക്ഷണം ഓർഡർ ചെയ്യുകയാണ്. അപ്പോൾ ഞാൻ ഓർഡർ ചെയ്തിട്ടുള്ളത് 2 ഷവർമക്ക് 150 ഇപ്പോൾ നമ്മൾ ഒരു പ്ലേറ്റ് ഷവർമയാണ് ഓർഡർ ചെയ്തിട്ടുള്ളത്. പ്ലേറ്റ് ഷവർമയ്ക്ക് ഇവിടെ 150 റുപ്പീസാണ്. യെസ് ഗൈസ്, നമ്മളങ്ങനെ റൂമിൽ തിരിച്ചെത്തിയിരിക്കുന്നു. ഇനി നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. ഹലോ ഗൈസ്, രാത്രിയത്തെ ഭക്ഷണം ഷവർമയാണ്. ഷവർമയും മിറണ്ടയും. ഹലോ ഗൈസ്, നമ്മൾ രാവിലെ ഗോവയിൽ നിന്ന് റൂം ചെക്കൗട്ട് ചെയ്യാൻ പോവുകയാണ്. ഇന്നലെ നല്ല രാത്രി നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഒരു പ്രശ്നമില്ലാതെ കിടന്നുറങ്ങി. നല്ല തണുപ്പുണ്ട്, AC ഒക്കെ ഇട്ട് നല്ല സുഖമായിട്ട് കിടന്നുറങ്ങി. ഹലോ ഗൈസ്, നിങ്ങളിപ്പോൾ കാണുന്നത് ഗോവയിലത്തെ രാവിലത്തെ കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത്. ഗോവത്തെ ടൂറിസ്റ്റിൻ്റെ വെഹിക്കിളൊക്കെ ഉണ്ട് ഇവിടെ. കുറേ ആൾക്കാരുണ്ട്. ഇപ്പോൾ കുറവാണ് ഇവിടെ ആൾക്കാരൊക്കെ. ഹലോ ഗൈസ്, ഇവിടെ റോഡ് സൈഡിൽ തന്നെ ചായ ഉണ്ട്. ഞാനൊരു ചായ വാങ്ങിയിരിക്കുന്നു. 20 രൂപയുടെ ചായയാണിത്. നല്ല ഏലക്കട്ട അടിപൊളി ചായയാണിത്. ഹലോ ഗൈസ്, ഇവിടുത്തെ ഇവിടെ വിദേശികളൊക്കെ ഇവിടെ കുറവാണ്. കാരണം എന്താണെന്നറിയില്ല, ഇവിടെ ഇപ്പോൾ കുറവായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ കാരണം ഈ ഗോവ രജിസ്ട്രേഷൻ വണ്ടികളൊക്കെ ടാക്സികളൊക്കെ ചാർജ് കൂടുതൽ ഈടാക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മളിപ്പോൾ
ഇപ്പോൾ ഇവിടുന്ന് ഇപ്പോൾ ഒരു 40 രൂപയുടെ ഒരു ഇതാണെങ്കിൽ അവർ മിനിമം ഒരു 150-200 രൂപ ഒക്കെ വാങ്ങുന്നുണ്ട്. അപ്പോൾ അവർ ഈ വിദേശികൾ ചിലപ്പോൾ ഇങ്ങോട്ട് കുറച്ചപ്പോൾ കാണുന്നുള്ളൂ, അങ്ങനെ അധികമൊന്നും ഇല്ല. ഇപ്പോൾ വിദേശികളിപ്പോൾ കുറവാണ് ഇപ്പോൾ ഇവിടെ, എന്നാലും കുറച്ചൊക്കെ ഉണ്ട്. എന്തായാലും 100-ൽ ഒരു 20 ആൾക്കാരൊക്കെ ഇവിടെ ഉള്ളൂ. പക്ഷേ ഇനിയിപ്പോൾ വിദേശികൾ വേറെ തിരഞ്ഞെടുത്ത രാജ്യം ശ്രീലങ്കയാണ്. ഇപ്പോൾ തിരഞ്ഞെടുത്ത രാജ്യം എനിക്കിപ്പോൾ ഈ ശ്രീലങ്കയാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്. ഇപ്പോൾ കുറച്ച് കാലം മുമ്പ് വന്നപ്പോൾ ഇവിടെ അറിയാൻ കഴിഞ്ഞത് ശ്രീലങ്കയിലേക്കാണ് ഇപ്പോൾ വിദേശികൾ ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് തിരഞ്ഞെടുക്കുന്നതെന്നാണ് ഇപ്പോൾ കരുതുന്നത്, ഇപ്പോൾ തോന്നുന്നത്, ഇപ്പോൾ പറയുന്നതൊക്കെ. പിന്നെ കോവളത്തുണ്ട്, കോവളം ഇതുമാതിരി ടാക്സിക്ക് ഇതിനൊക്കെ ഭയങ്കര ചാർജാണ്. അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചായ കൂടി കഴിഞ്ഞ് ഒരു ചായക്ക് 20 രൂപയാണ് അവർ വാങ്ങിയത്. പിന്നെ ഇന്നലെ ഞാൻ മിറണ്ട വാങ്ങി മിറണ്ടയ്ക്ക് ഇവിടുന്ന് MRP അതിൻ്റെ മേലെ 40 രൂപയാണ്. പിന്നെ പക്ഷേ അവർ വാങ്ങിയത് 15 രൂപയാണ് അവർ വാങ്ങിയത്. എക്സ്ട്രാ 15 പ്ലസ് GST എന്തൊക്കെയോ പറഞ്ഞവർ വാങ്ങി. ഇപ്പോൾ ആ കൊടുത്ത് 55 രൂപയ്ക്ക് മിറണ്ട വാങ്ങി. നമ്മുടെ നാട്ടിൽ 40 രൂപയുള്ളൂ ഒരു മിറണ്ടയ്ക്ക്. ഓക്കെ, നമ്മളിപ്പോൾ ചായ കുടിച്ച് കഴിഞ്ഞപ്പോൾ റൂമിലൊക്കെ പോവുകയാണ്. ഹലോ ഗൈസ്, നമ്മളങ്ങനെ ഡ്രസ്സൊക്കെ മാറിയിരിക്കുന്നു. നമ്മൾ ഗോവ ബീച്ചിൻ്റെ സൈഡിലത്തെ റിസോർട്ടിൽ നിന്ന് നമ്മളിപ്പോൾ ചെക്ക് ഔട്ട് ചെയ്യാൻ പോവുകയാണ്. ഇനി നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് 2 ബീച്ചിൽ പോകാനുണ്ട്. പിന്നെ കുറേ പരിപാടികളുണ്ട്. അതൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നമുക്ക് നേരിട്ട് കാണാം. ഹലോ ഗൈസ്, നമ്മുടെ റൂമിലത്തെ മറ്റേ ഹെയർ ഡ്രയർ എന്ന് പറഞ്ഞ സാധനം ഞാൻ ഓണാക്കിയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് വെറുതെ ഒന്ന് വർക്ക് നോക്കാം. ചൂട് കാറ്റായിരുന്നു ഹെയർ ഉണക്കാൻ വേണ്ടിയിട്ട്. ഇവിടെ കാണിക്കുന്നുണ്ട്, ഇവിടെ മാക്സിമം ഉണ്ട്, ഇപ്പം മിനിമമാണ്. മാക്സിമം ആക്കിയിട്ടുണ്ടെങ്കിൽ വർക്കാവും. അങ്ങനെ ഓൺ ചെയ്യുക. സോപ്പൊക്കെ ഒന്ന് പൊട്ടിച്ച് ഞാൻ. ഹലോ ഗൈസ്, നമ്മൾ നമ്മുടെ റൂമിൽ നിന്നും ഈ റിസോർട്ടിൻ്റെ സ്വിമ്മിംഗ് പൂൾ നോക്കാൻ പോവുകയാണ്. ലിഫ്റ്റ് തുറന്നിരിക്കുന്നു, സ്വിമ്മിംഗ് പൂളൊക്കെ പോവുകയാണ്. 5th ഫ്ലോറിലാണ് പറഞ്ഞത്. പോയേക്കാം. യെസ്, 5th ഫ്ലോറിൽ നമ്മളെത്തി. സ്വിമ്മിംഗ് പൂൾ അവിടെ. സ്വിമ്മിംഗ് പൂൾ അടിപൊളിയാണല്ലോ സ്വിമ്മിംഗ് പൂൾ. അടിപൊളിയുണ്ട് സ്വിമ്മിംഗ് പൂള്. ഇവിടെ ഭക്ഷണം കഴിക്കാൻ, റെസ്റ്റ് ചെയ്യാൻ, ഡ്രിങ്ക്സ് കഴിക്കാനൊക്കെ മേശ ടേബിളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെ സ്വിമ്മിംഗ് പൂൾ, ഇവിടെ ഈ ഭാഗത്ത് ആഴം കുറവാണ്, അപ്പുറത്തെ ഭാഗത്ത് ആഴം കൂടുതലാണ്. പിന്നെ ധാരതൊക്കെയോ ട്രൗസർ ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇതാണ് ഗോവ ടൗണിൻ്റെ ഏറ്റവും മേലെ നോക്കുമ്പോൾ ഇങ്ങനെയാണ്. അവിടെയാണ് തോന്നുന്നത്. ആയം കുറവില്ലേ? ഇനി ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. ഇനി ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. ഇനി എത്തോട്ടല്ലേ? ഇനി നമ്മൾ താഴത്തേക്ക് തന്നെ പോവുകയാണ്. അപ്പോൾ സ്വിമ്മിംഗ് പൂൾ അടിപൊളിയാണ് ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട്. നമ്മുടെ സ്വിമ്മിംഗ് പൂളിൻ്റെ അടുത്തേക്ക് കയറുമ്പോൾ
എന്തൊക്കെയാണ് ഇൻസ്ട്രക്ഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട്. ഫുൾ ടൈമിങ് 8 AM മുതൽ രാവിലെ 6 മണി വരെ ഉള്ളൂ. പക്ഷേ രാത്രി ഒക്കെ കുറേ ആൾക്കാർ കുളിക്കുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു 6 മണി ആയിട്ടുണ്ടെങ്കിൽ ഇതിവിടെ ലോക്ക് ചെയ്യുന്നു തോന്നുന്നു. ഹലോ ഗൈസ്, നമ്മളങ്ങനെ റൂം വെക്കേറ്റ് ചെയ്തിട്ട് പോവുകയാണ്. നമ്മളിപ്പോൾ ഗോവയിലെ വേറെ കുറേ ബീച്ചിലേക്കൊക്കെ പോവുകയാണ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. ഓക്കെ.